ഇനി അടുത്ത കഥ പറച്ചില്ല, അല്ലെങ്കിൽ അതിന്റെ പേര് മുങ്ങായിരുന്നു. ആ ഇതിപ്പോ മുണ്ടില്ലാതെ മുരിങ്ങയെ പിടിച്ചവന്റെ അവസ്ഥ മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല. അയ്യോ പൂച്ച. മോളെ നീ എവിടെയാ? എവിടെ പോയി കിടക്കുന്ന ഈ കൊച്ചു? മോളെ എന്തേ ഇതിലോ? മോളെ തുറക്ക്, മോളെ വാല് തുറക്ക്. എന്താ പ്രശ്നം? എന്താ ഇതിനകത്താണോ? എന്നാ കുഴപ്പമൊന്നുമില്ല. അതെന്താ? തള്ളിയിട്ട് കാര്യമൊന്നുമില്ല, പുറത്തു തുറക്കാൻ പറ്റത്തില്ല. അയ്യോ എന്റെ മോള്, മോളെ 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 എടാ എന്റെ മോള് ഇതിനകത്ത എന്തെങ്കിലും മാർഗം ഉണ്ടോ തുറക്കാൻ? ഉണ്ട്, പക്ഷേ അകത്ത് നിൽക്കുന്നവര് വിചാരിക്കണം. മോളെ തുറക്കാൻ ശ്രമിച്ചു നോക്ക്. നീ തുറക്ക്, നമുക്ക് എല്ലാവർക്കും കൂടി തള്ളാശാന തള്ളി തുറക്കോ? എന്താ പറ്റിയ മോളെ? പറ പറ. ഒന്നുമില്ല പറ. എന്താ നിനക്ക് പറ്റിയത്? പറഞ്ഞോ, നീ പേടിക്കാണ്ട് പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ. എന്താന്ന് പറ മോളെ. സുഹേച്ചി ഒന്ന് ചോദിക്കാം അവളോട്. മോളെ നീ ഇങ്ങോട്ട് വന്നേ. എന്താ ശരിക്കും ഉണ്ടായത് പറ. വല്യമ്മേ, ഞാൻ കവിതേച്ചിനെ കാളിയുടെ കൂടെ വരികയായിരുന്നു. ഈ മുറിയിലേക്ക് കയറിയതിനു ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇവരാരും കണ്ടില്ല. പെട്ടെന്ന് വാതിൽ അടയുകയും ചെയ്തു. അതിന് മാളെ ഇങ്ങോട്ട് കയറിയപ്പോ ഞങ്ങൾ കൂടെ ഇല്ലായിരുന്നല്ലോ. ഇല്ലേ? അപ്പൊ ഞാൻ സംസാരിച്ചത് നിങ്ങളോട് രണ്ടുപേരോടല്ലേ? അല്ല, അത് ഞങ്ങളോടല്ല. അപ്പൊ പിന്നെ അതാരായിരുന്നു? പിന്നെ സത്യവ്രത എന്തൊക്കെയാ കേൾക്കുന്നേ? എന്റെ സാറേ, ഇതൊക്കെ ചുമ്മാ പറയുന്നേ. ഇവര് മൂന്നുപേരോട് തന്നെയായിരിക്കും ഈ മുറിക്കകത്ത് കയറി വന്നത്. കൊച്ചു മറന്നുപോയതാണ്. നീ അല്ല മോളെ, മാളു നീ ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ. നീ ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നത്? അല്ല, എന്റെ ഒപ്പം രണ്ടുപേരുണ്ട്. അതെ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഈ വീടിന്റെ ഒരു പ്രത്യേകത അത്. ഏത് മുറി കണ്ടാലും ഏത് വാതിൽ കണ്ടാലും ഒരേപോലെ തോന്നും. ചിലപ്പോ നിലം കണ്ട വെള്ളം കെട്ടി കിടക്കുവാണെന്ന് തോന്നും, പക്ഷെ വെള്ളം ഉണ്ടാവില്ല. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ എനിക്കിതൊക്കെ വന്ന് കാണുമ്പോഴേ രണ്ടെണ്ണം അടിക്കാനാ തോന്നുന്നു. പിന്നെ ഈ വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാറ്റടിച്ചു വാതിലടഞ്ഞാലും വാതില് തനിയെ ലോക്കാവും. പക്ഷെ നമ്മളത് കണ്ട് ഭയക്കും. ഭൂതപ്രേത പിശാചികളാണ് നമ്മൾ വിചാരിക്കും. ഏയ് അങ്ങനെയുള്ള ഭയമൊന്നും ഞങ്ങക്ക് തോന്നുന്നില്ല. അതെ, തോന്നില്ല. കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഏത് കൊറേ നേരമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാരും ഭയക്കുന്ന പോലെ ഇവിടെ ഇപ്പൊ അങ്ങനെ പ്രേതബാധകളൊന്നും ഇല്ല. ഇല്ലെന്നോ? അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നോ? അതല്ല, പിന്നെ ഇല്ല. പക്ഷെ അങ്ങനെ തോന്നും. ആ തോന്നലും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ വീട്ടിൽ പ്രേതമില്ല. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള വീടല്ലേ ഹേമേ? അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ മാളുവിന് ഇന്നുണ്ടായ അനുഭവമേ. ഏയ്, അതാ സത്യവ്രതം പറഞ്ഞ പോലെ അവൾ ആ മുറി കയറിയപ്പോ കാറ്റ് വന്ന് തനിയെ ലോക്കായതായിരിക്കും. അത് നേരായിരിക്കും. പക്ഷെ അവസാനം അയാൾ ഉറപ്പിച്ചു പറഞ്ഞില്ലേ അങ്ങനൊന്നും ഇവിടെ ഇല്ലാന്ന്. അത് ഓർക്കുമ്പോ എന്തോ ഒരു പേടി സുഹേച്ചി. അതിലൊരു കള്ളത്തരം ഇല്ലേന്ന് വർണ്ണത്തിൽ ആശങ്ക. എന്റെ ഹേമേ, എനിക്ക് ഈ ഭൂതപ്രേത പിശാചുക്കളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. പിന്നെ ഞാനൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ എന്റെ കൺമുന്നിൽ അത് കാണണം. ഓ എന്റെ സുഹേച്ചി, ഞങ്ങളൊക്കെ ഇമാതിരി സാധനത്തിന്റെ കൺമുമ്പിൽ ചെന്ന് പെടാതിരിക്കാനാ പ്രാർത്ഥിക്കുന്നേ. അപ്പോഴാ ചേച്ചി നേർക്ക് കാണണോന്ന് പറയുന്നേ. എന്തായാലും നമ്മൾ താമസിച്ചിരുന്ന വീടിനേക്കാൾ നല്ല സൗകര്യമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എത്ര പേര് വന്നാലും കിടക്കാനുള്ള സൗകര്യമുണ്ട്. സുഹേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞാ വിശ്വസിക്കോ? നീ ആദ്യം കാര്യം പറ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. ഈ വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ, അത് ബലിക്കോ സുഹേച്ചി? നീ അതിന് എന്ത് സ്വപ്ന കണ്ടത്? പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നമ്മളിപ്പോ ഇവിടെ നിക്കുന്ന ഈ വീടുണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ വന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. പിന്നെ പുളു പുളു. ഓ
സത്യമാ ചേച്ചി, ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും വലിക്കും. അപ്പോ ജപ്തിയും സ്വപ്നം കണ്ട് കാണുമല്ലോ. അത് കണ്ടില്ല, പക്ഷെ ഈ വീട് കണ്ടു. 2 കരിമ്പൂച്ച കണ്ണും. എന്റെ സുഹേച്ചി, ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അത് ഉറപ്പാ. അല്ലാതെ ഇത്രയും വലിയൊരു വീട് ഒരു വാടകയും വാങ്ങിക്കാതെ തരാന്ന് വെച്ചാ എന്തായിരിക്കും അതിന് കാരണം? എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെ ആരെങ്കിലും തരുവോ? തരും. അതിന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ. ഇപ്പൊ നമ്മളെ സഹായിച്ച ഇവിടെ കൊണ്ടാക്കിയ മുതലാളിയെ, തമ്പിക്കുഞ്ഞു മുതലാളിയെ, അങ്ങനെയും പറയരുത്, ദൈവം. പപ്പുക്കുട്ടി ആശാനായ എന്റെ അച്ഛൻ പണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് അങ്ങേരി ഉപകാരം നമുക്ക് തന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരോ അവസ്ഥകൾ വരുമ്പോ ഓരോരുത്തർക്ക് അവസരം കൊടുക്കാതെ ഞാൻ വിചാരിച്ചിരിക്കുക. അപ്പൊ ഇതുപോലുള്ള അവസ്ഥകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അത് ഉറപ്പല്ലേ? ഭാര്യമാരെ, നിങ്ങളെ ടാറ്റയുടെയും ബിർളയുടെയും ഭാര്യമാരൊന്നും അല്ല, പാവപ്പെട്ട ഒരു നാടകനടന്റെ ഭാര്യമാരാ. അതുകൊണ്ട് അവസ്ഥകൾ ഇനിയും വരാം. പതറരുത്, തളരരുത്. ആട്ടെ, മാളുമോളിപ്പോ ഓക്കെ അല്ലേ ഹേമു? അവള് കിടക്കുവാ. കിടക്കട്ടെ. അവളെങ്കിലും മനസ്സമാനത്തോടെ നോർക്കട്ടെ. നല്ല ക്ഷീണം കാണും, പേടിച്ചു പോയിട്ടുള്ള ഉറക്കമാണേ. ഉണർന്നെഴുതേക്കുമ്പോ എല്ലാം ശരിയാവും. അപ്പൊ പിന്നെ അടിയെടുക്കട്ടെ. അല്ല, തൂത്തുവാരല്, അടിച്ചുവാരല്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ പരസ്പരമുള്ള അടിയല്ല. പാവം, ശരിക്കും പേടിച്ചുപോയി. പിന്നെ പേടിക്കില്ലേ? ഒറ്റയ്ക്ക് വലിയ വീട്ടിൽ ഒറ്റമുറിയിൽ അകപ്പെട്ടു പോവാന്ന് പറഞ്ഞാ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. പക്ഷെ ഇവളുടെ ഒപ്പം നമ്മളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ അവളുടെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ. പക്ഷേ അവക്കങ്ങനെ തോന്നിയില്ലേ? ആ തോന്നൽ എങ്ങനെ ഉണ്ടായിന്നല്ലേ ഞാൻ ചോദിച്ചത്. എന്റെ കവി, അങ്ങനെ ഒരു 100,000 ചോദ്യമായിട്ടാ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കണേ. 100,000 ചോദ്യങ്ങളോ? ഈ വീട്ടിൽ നടക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ കാരണമുണ്ട് കവി. അതായത് ഇവിടെ കാണുന്ന ഓരോ തൂണിനും തുരുമ്പിനും ഒക്കെ ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടാവും. ആ കഥകൾ അറിഞ്ഞാലേ ഇവളീ കിടക്കണ കിടപ്പിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. മോനെ കാളി, നിന്റെ മോഹൻലാൽ സണ്ണി മഹാബോറ. തമാശയായിട്ട് പോലും നീ എടുക്കല്ലേ, സങ്കടം വരും. വെറുതെ അല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ കാലുത്തിയപ്പോഴേ എനിക്ക് തോന്നിയതാ. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിനക്കത് ഫീൽ ചെയ്തില്ലേ? എനിക്കും തോന്നി, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. യെസ്, അപ്പോ എന്റെ ഊഹം ശരിയാണ്. അത് നിനക്കും തോന്നിയെങ്കിൽ ഈ വീട്ടിൽ ആ കുഴപ്പമുണ്ട്, പരിഹരിക്കാൻ പറ്റാത്ത കുഴപ്പം. ഹേയ്, അതൊരു ടവർ വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നീ പറയുന്നത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്താ ഉദ്ദേശിക്കണേ? മൊബൈലിൽ റേഞ്ച് ഇല്ലാത്ത കാര്യല്ലേ? മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ടാണ് മാളു കിടപ്പ് കിടക്കണേ. എടി ബുദ്ധൂസേ, ഈ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. ബാക്കി നീ വഴിയേറിയും. ഉണ്ട്, ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. കറക്റ്റാ, നമ്മുടെ പഴയ അവനൊക്കെ വീട്ടിൽ അത് ഇല്ലാത്തത് കൊണ്ടാ നമുക്ക് ആ വീട്. അതെ, ഒന്ന് പോടാ. അതൊന്നും കൊണ്ടല്ല, അളിയൻ കാശടക്കാനിട്ടാ. പക്ഷെ ഈ പറഞ്ഞ പോസിറ്റീവ് എനർജി ആ തീപ്പെട്ടിക്കൊള്ളി പോലെ ഇരിക്കണ മാനവരില്ലേ, അയാൾക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. സുനിച്ച, ഒന്ന് മൂക്ക് പിടിച്ചേ. പിന്നെ എന്റെ മൂക്ക് തന്നെ ഞാൻ അറച്ചിട്ടാ പിടിക്കുന്നത്. പിന്നെ അതിന്റെ മപ്പള ഞാൻ അല്ലെന്ന്. നല്ല മണം. ശരിയാ, നല്ല പാലപൂത്ത മണം. അപ്പൊ ഇവിടെ യക്ഷിയുണ്ടോ? സാധാരണ പാലയുള്ള സ്ഥലത്തൊക്കെയാ യക്ഷനൊക്കെ ഉള്ളത്. യക്ഷിയൊന്നുമില്ല, പക്ഷേ എന്റെ പഴയ ഒരു കക്ഷിയുണ്ട്. നാളെ നേരം വെളുത്തിട്ട് വേണോ ഒന്ന് തപ്പാൻ. ഇതിനു മുമ്പ് നീ കഥാപ്രസംഗം പറഞ്ഞ സ്ഥലമാണ് ഇതെങ്കിലേ അധികം നീ പുറത്തിറങ്ങി നടക്കാതിരിക്കുന്നതാ നല്ലത്. എടാ, നാട്ടുകാരുടെ കലിപ്പ് തീർന്ന അത്രയ്ക്ക് മോശമാണല്ലോ എന്റെ കുന്തിയും കാന്താരി. കേട്ടിരിക്കാൻ കൊള്ളൂല, അത്രേ ഉള്ളൂ.
അല്ല ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഞാൻ പറഞ്ഞായിരുന്നു വെറുതെ ഇങ്ങനെ മഞ്ഞ് കൊള്ളുന്നതിനെക്കാട്ടി നല്ലത് പോയി കിടന്ന് ഉറങ്ങാനും. എടാ ഉറങ്ങണ കാര്യമല്ല, പിന്നെ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അതെ. കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. ഡാ, കളിയേ ഒരുപാട് ഈ മാസം ഇല്ല. ഈ മാസം പിന്നെയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ മണ്ട ഫില്ലാണെന്നല്ല, ഈ മാസം ഇല്ല. പക്ഷെ അടുത്ത മാസം ഇല്ലേ ഇല്ല. എടാ കളിയല്ലേ, കളി പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? റിഹേഴ്സൽ അത് വേണം. അതിപ്പോ നാടകം കളിച്ചില്ലെങ്കിലും മാസം ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. വർഷങ്ങളായിട്ട് സ്റ്റേജ് പരിപാടി പോലെ അല്ലാണ്ട് ഞാൻ പിടിച്ചേക്കുന്നില്ലേ? ആ പിടിച്ചു നിൽക്കുന്നതേ നിന്റെ പെടലിക്ക്. എന്തായാലും അതിനൊരു മാറ്റം വേണം. എല്ലാവർക്കും മേലനങ്ങി പണിയെടുക്കാനുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത്. ആരും അത് പാഴാക്കി കളയും. ആശാൻ എന്താ ഞങ്ങള് തൊഴിലുറപ്പിനും പറഞ്ഞു വിടാൻ പോവാണ്? എടാ നമ്മുടെ തൊഴിലിനൊരു ഉറപ്പ് വരുത്താൻ നമ്മുടെ പഴയ ക്യാമ്പ് ഇങ്ങോട്ട് പൊളിച്ചോണ്ട് അപ്പൊ കെട്ടുകാര് വരുമോ? പിന്നെ ഇനിയിപ്പൊ കൊട്ടുകാരെ കൊണ്ടുവരാത്തന്നെ കുഴപ്പമുള്ളൂ. കെട്ടുകാരല്ലേ ആശാനെ ക്യാമ്പ് കെട്ടിണ്ടാക്കണത്? അങ്ങനെയാണെങ്കിൽ വെട്ടുകാരെയും കൊണ്ടുവരേണ്ടി വരും. അതെന്തിനാ? ക്യാമ്പ് കെട്ടാനുള്ള അടയ്ക്കാൻ വരെ കൈകൊണ്ട് വെട്ടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ക്യാമ്പ് കെട്ടാൻ പുറത്ത് നാളെ വിളിക്കാം. എന്തോ അല്ല, നമ്മളാണ് കെട്ടുന്നത്. നമ്മളോ? നീയില്ലേ? നീ ഇല്ലെങ്കിൽ ഇപ്പൊ പോക്കോണം. ആ ധർമ്മപ്പെട്ടി എടുത്തോ. ധർമ്മപ്പെട്ടിയോ? ആ ഇവൻ ധർമ്മത്തിൽ വാങ്ങിക്കുന്ന ഒരു ഹാർമോണിയം പെട്ടിയില്ലേ, 4 എലിക്കുഞ്ഞുങ്ങളെ ഞാൻ അതിന്റെ ഒന്ന് വലിച്ചെടുത്തത്. അങ്ങനെ 5-6 പൂച്ചേനെ വളർത്തണം, അല്ലെ എന്റെ വെട്ടി പോവും. അപ്പൊ എല്ലാവരോടായിട്ട് പറയാ, നാളെ നമ്മുടെ ക്യാമ്പിന്റെ പണി തുടങ്ങാണ്. ഇനി പറഞ്ഞില്ല കേട്ടില്ല അതൊന്നും ആരും പറഞ്ഞേക്കരുത്. ഞാൻ തയ്യാറാ. കഥ പറഞ്ഞ സ്റ്റേജേ ഒറ്റയ്ക്ക് കെട്ടി കഥ പറഞ്ഞിട്ടുള്ളൂ ഈ ഞാൻ. അത് ശരിയാ. സ്റ്റേജിൽ അവനെ കെട്ടിയിട്ട് പിന്നെ കഥ പറഞ്ഞത് വേറൊരു കാതികനാ. എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്നൊക്കെ നാളെ ക്യാമ്പിന്റെ പണി തുടങ്ങുമ്പോ കാണാം. ഇത്രയും വലിയ വീട്ടിൽ തലവെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ വലിയൊരു കഷ്ടം തന്നെ. എല്ലാ ഫാനുള്ള സ്ഥലത്തൊക്കെ ആള് ഫില്ലായി. എന്ത് ചെയ്യാൻ പറ്റും എന്റെ വൈക്കത്തപ്പാ? എന്തരാമ്പോ പാതിരാത്രിക്ക് വൈക്കത്തപ്പനെ മനസ്സറിഞ്ഞ് വിളിക്കണ്ടല്ലോ. ആശാനെ ഇവിടെ അടുത്തെങ്ങനെ റെയിൽവേ ട്രാക്ക് റെയിൽവേ ഉണ്ട്? ട്രാക്ക്? എനിക്കൊന്ന് തലവെക്കാനാ. ഇവിടെ നിന്ന് തലവെക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തോണ്ട് ചോദിച്ചതാ. പാതിരാത്രിക്ക് ഒരുമാതിരി ചീഞ്ഞ കോമഡി അടിക്കാതെ ഒന്ന് പോകാം. ആശാനെ ഞാൻ സത്യമായി പറയണേ, അണ്ടകടാഹം പോലത്തെ വീടൊക്കെ തന്നെ. പക്ഷെ കാറ്റുള്ള ഫാൻ, കറങ്ങുന്ന ഫാൻ വളരെ കുറവാ. എടാ അമ്പു, നല്ല ഫ്രഷ് എയർ, ഒരു ചെറിയ തണുപ്പും സുഖകരമായ ഒരു അന്തരീക്ഷമാണോ നീ ഉദ്ദേശിച്ചത്? അതെ. അതിന്റെ ഒപ്പം നല്ല പാലപ്പൂവിന്റെ ഗന്ധം കൂടി ആയാലും ഹായ്, വളരെ നന്നായിരിക്കും. എങ്കിൽ പിന്നെ പുറത്തു പോയി കിടന്നു. ആശാന് എടാ അതാവുമ്പോ നല്ല കാറ്റും കിട്ടും. ഏതെങ്കിലും ആത്മാക്കൾ വന്ന് കഴുത്തിന് പിടിച്ചാ ഉള്ള കാറ്റും കൂടി പോയി കിട്ടും. ആശാനെ, ഓ ആശാൻ അങ്ങനെ പറയരുത്. ഓർമ്മയുണ്ടല്ലോ, ഒരു തണുത്ത സായാഹ്നത്തിൽ എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയപ്പോ അത് കുരുക്കാനായി കുനിഞ്ഞു നിന്ന് എന്നെ. മതി മതി മതി, നിർത്ത്. രാമായണവും മഹാഭാരതവും എല്ലാം മനസ്സിലായി എനിക്ക്. അമ്പൂനിപ്പോ എന്താ വേണ്ടത്? തല വെക്കാൻ സുന്ദരമായ ഒരു സ്ഥലം വേണം, അത്രയല്ലേ ഉള്ളൂ. സ്ഥലം മാത്രം പോരാ, പിന്നെ കട്ടിലും വേണം വിത്ത് ഫാൻ. AC വേണ്ടേ? ഏയ് മകരമാസല്ലേ, വേണ്ട. എങ്കിലേ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമുണ്ട്, ഔട്ട് ഹൗസ്. പോയി അവിടെ കിടക്കണേ. ഓഹോ, അത് ശരി. അപ്പൊ ആശാന് ഞാനൊരു ശല്യായില്ലേ? അതല്ല എന്നെ ഇവിടെ ഔട്ടാക്കാൻ നോക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഔട്ട് ഹൗസിൽ കിടക്കില്ല. ഫാനും കട്ടിലൊന്നും വേണ്ട ആശാനെ. ഞാൻ ഇൻ ഹൗസിൽ തന്നെ കിടന്നോളാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ മുകളിൽ കിടന്നോളാം. എന്നാലും ഹൗസ് ഔട്ട് എനിക്ക് വേണ്ട ആശാനെ. ബുദ്ധിയില്ലാത്ത രാവണ, ഇവിടെ വരുന്ന VIP-കൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ഈ ഔട്ട് ഹൗസ്. കണ്ടിട്ടില്ലേ പുറത്ത്? ഞാൻ നോക്കിയപ്പോ ഈ വീട്ടിലെ VIP എന്ന് പറഞ്ഞാൽ നീയാ. ബുദ്ധിയില്ലാത്ത രാവണ, ഇവിടെ വരുന്ന VIP-കൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ഈ ഔട്ട് ഹൗസ്. കണ്ടിട്ടില്ലേ പുറത്ത്? ഞാൻ നോക്കിയപ്പോ ഈ വീട്ടിലെ VIP എന്ന് പറഞ്ഞാൽ നീയാ. ഞാനോ? സത്യം? അതെ. നീ ചെന്നിട്ടേ ലങ്കാധിപന്റെ ഗർവോടെ അങ്ങ് കിടക്ക്. ഓക്കെ ആശാനെ, വീട് മാറിയതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. 2 എണ്ണം മടിച്ചിരുന്നെങ്കിൽ ഒരു സുഖായനെ. അതാണോ? അതിന് വഴിയുണ്ട്. അതെ, വേറെ ആരെയും വിളിക്കണ്ട, ഒച്ചയുണ്ടാക്കാനും പാടില്ല. ഞാൻ മാത്രം. പുറത്തൊരു കുഞ്ഞറിയില്ല. എവിടെ വെച്ചിരിക്കുന്നേ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഔട്ട് ഹൗസ്, അവിടെ കട്ടിലിന്റെ സൈഡിൽ ഒരു മൂലക്കരിപ്പുണ്ട്. ഏതാ ബ്രാൻഡ്? ഏയ് ചെണ്ടയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും. ചെണ്ടേ നിനക്ക് അടിക്കണം പറഞ്ഞു. അവിടെ ഇരിപ്പണ്ടാ, പോയി അടിച്ചോ. പിന്നെ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് മുറുക്കണോട്ടോ. എന്ത് തോലേ? ചെന്നിട്ടങ്ങ ആത്മാർത്ഥമായിട്ടങ്ങ് അടിച്ചോടെ. എന്താ ഞാൻ കൊണ്ടാക്കണോ? പോരെ.
ഈ അമ്പുജാഷണ ആരും കുറച്ചൊന്നും കാണണ്ട. ഇപ്പൊ കുറച്ച് ചില്ലറേ കാണും. പക്ഷേ ഇത് മാറി ഇതിന്റെ സ്ഥാനത്ത് കുറച്ച് പച്ചനോട്ട് വരാൻ വലിയ താമസമൊന്നും വേണ്ട. അതിന് കാക്ക മലന്ന് പറക്കും. ഈ പറയുന്ന ഔട്ട് ഹൗസ് പുറത്താണോ അതകത്താണോ? ഈ പറയുന്ന ഔട്ട് ഹൗസ് പുറത്തായിരിക്കോ അതോ ഈ മച്ചിന്റെ മുകളിലായിരിക്കോ? അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പാമ്പുകൾക്ക് മാളം വെറുതെ അല്ല ഇങ്ങനെ ഒരു പാട്ട് എഴുതിന്റെ. എന്താത്? അല്ല, ആരത്? ഇനിയിപ്പോ എന്റെ നിഴലായിരിക്കോ? ഏയ്, എന്റെ നിഴലായിരിക്കില്ല. ആരാത്? ആരാതാ ചോദിച്ചത്? ആരാത്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ആരാണോ ചോദിച്ചത്? ആരാ? ആരാണോ ചോദിച്ചത്? പരിണാമ കീർത്തനത്തിന്റെ ബുക്കും കാണാനില്ലല്ലോ. അതിന്റെ ആദ്യത്തെ വരിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഭൂതപ്രേത പിശാചുക്കളൊന്നും അടുക്കില്ല എന്നാ പറയണത്. രാമ 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 വാഹിമാ രാമവാദം ചേരണേ മുഹുന്ന രാമ വാഹിമാ രാമ 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 വാഹിമാ രാവണൻ മനോഹരൻ മനോജിക്കേ ജയത്തെ. അയ്യോ രാമ രാമ, ഈശ്വര, സന്ധ്യാനാമം പോലും തെറ്റിപ്പോകുന്നല്ലോ. എവിടെ ഈ ഔട്ട് ഹൗസ്? എവിടെ നോക്കിയാലും ഒരുപോലെയാണല്ലോ. നല്ല പരിചയമുള്ള ഒരു വൃത്തികെട്ട ശബ്ദം. ഇനി അഥവാ വല്ല പ്രേതാണോ? അയ്യോ 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 അയ്യോ, രക്ഷിക്കണേ! അയ്യോ, ആരാ? ഞാൻ അമ്പുവാ. ഞാൻ കുനുകുന. അല കനകന. എന്തിനാണ് ഇങ്ങനെ ഉറക്ക നിലവിളിച്ചത്? ഒരു ചെലങ്കയുടെ ശബ്ദം. എടാ, അത് ചിലങ്കയുടെ ശബ്ദമല്ല, ഞാൻ ചില്ലറ കുലുക്കിയ ശബ്ദം. ആണോ? എന്തിനാ അമ്പുമായിട്ട് എന്നെ പേടിപ്പിക്കണേ? ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ. വെറുതെ കുലുക്കപ്പെട്ട. എടാ, ഞാനിത് കുലുക്കിയതല്ല. അപ്പൊ ഈ ചെലങ്കയുടെ ശബ്ദം അതൊറിച്ചിട്ടല്ല. ആവേശം കാണിച്ചോട്ടാ വീട്. കുഴപ്പമില്ല. മണ്ണിന് ഉറപ്പുണ്ടോ നോക്കിയതാ. പണിയെടുക്കട്ടെ. ഇതെന്താടാ രണ്ടിന്റെയും നെറ്റിൽ സ്റ്റിക്കർ? രണ്ടുപേരും ഇന്നലെ എന്തോ കണ്ട് പേടിച്ചെന്നാ. അത് ഇവന്മാര് പരസ്പരം കണ്ട് പേടിച്ചതായിരിക്കും. അല്ലാതെ ഇവന്മാരെ പേടിപ്പിക്കാൻ പറ്റിയ എന്ത് ജീവിയാണ് ഈ ഭൂമിയിലുള്ളത്? അത് ശരിയാണല്ലോ. എന്നാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, നീ ആലോചിക്കണ്ട, പണിയെടുക്ക. പണിയെടുക്ക. ആ ചേച്ചി, അതങ്ങോട്ട് വെട്ടിക്കള. അതങ്ങോട്ട് വെട്ടിക്കള. അല്ല, നീളത്ത് വിട്ട്. അല്ല ചേച്ചി, കുറുകെ. അല്ലെങ്കിൽ ഒരു കാര്യം, രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൂമ്പനിട്, നമുക്കിവിടെ കുത്തി വെക്കാം. സുഹാസിനി ചേച്ചിയുടെ വെട്ട് കണ്ട, അതാണ് വെട്ട്. ഇവൻ എന്റെ കയ്യിൽ നിന്ന് വെട്ട് വാങ്ങിക്കും. നീ എന്താ കൊട്ടേഷൻ വിടാണോ? നീ അങ്ങോട്ട് പോയി വാങ്ങിച്ചോട്ടെ. അവൻ വെട്ടി കാലത്ത് നല്ല പുട്ടും കടലും. ആശാനെ, ഞാൻ ചരട് കെട്ടാൻ നിൽക്കാം. ആണോ? ആരുടെയാ പേരിടല്? ഞാൻ ചരട് കെട്ടാൻ നിൽക്കാം. ആണോ? ആരുടെയാ പേരിടല്? പേരിടലല്ല ആശാനെ, ചരട് സ്ഥാനം നോക്കണ്ടേ. ചരട് പിടിച്ച് വലിച്ചാലല്ലേ നമുക്ക് സ്ഥാനം കാണാൻ പറ്റൂ. വാസ്തുശാസ്ത്രം, വാസ്തുശാസ്ത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. നിനക്ക് വാസ്തുശാസ്ത്രം അറിയാം? പക്ഷെ ശാസ്ത്രം അറിയാവുന്ന ഒരു വാസ്തുവിനെ എനിക്കറിയാം. വേണമെങ്കിൽ വിളിക്കണോ? നീ കെട്ടാനുള്ള ചരട് പിടിച്ച് വലിച്ചോ. എന്നെ നീട്ട് വലിപ്പിക്കരുത്. ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാളും കൂടുതൽ ഓണം ഉണ്ടാവാനായി ഞാൻ കേട്ടാ. പിന്നെ ഹലോ, കാഴ്ചക്കാർക്ക് വല്ലതും വേണമെങ്കിൽ ചോദിക്കണോട്ടോ. ഇപ്പൊ ഒന്നും വേണ്ട ആശാനെ, വേണമെങ്കിൽ പറയാം. വേണ്ടടാ, നീ പറയണ്ട, ഞാൻ പറയാം. എഴുന്നേക്ക് കനക. അവന്റെ ഒരു നെറ്റിപ്പട്ടോ. ഇതേ പണിയെടുക്കാതെ ഇരുന്നു പോയതേ, ഇരുത്തം വന്നതാണ്.
പക്ഷേ അതുപോലെ നീ ആവണ്ട കേട്ടാ. സുഹോ, ആ വാക്കത്തിവന്റെ കൊടുക്കും. അല്ലെങ്കിൽ വേണ്ട, അവിടെ പോയി വാങ്ങിക്കട വാക്കത്ത്. ഓടി വാ. കള്ളപ്പിന്നെ എടുത്തിരിക്കുവായിരുന്നു. സ്വാമി എന്താ അംഗം വെട്ടാ മോണ ദാ ശേഖർ? പിടിച്ചോ. ദാ, ദേ ഇത് വെട്ടറാ. അത് കൊള്ളാലോ. എന്റെ അളിയാ, ഇതിലും ഭേദമല്ല കരിങ്കല്ല് പഠിക്കാൻ പോണായിരുന്നു. അതാകുമ്പോ പോയിട്ട് തച്ചെങ്കിലും കിട്ടും. പുന്നാര അളിയ, അളിയൻ എനിക്ക് തരാനുള്ള കാശ് വെച്ച് നോക്കുമ്പോഴേ ഇവിടെ എനിക്ക് വേണ്ടി അളിയൻ ജീവിതകാലം മുഴുവൻ പണിയെടുക്കേണ്ടി വരും. എടാ, ഞാനൊക്കെ ഇവിടം വരെ എത്തിയതേ നന്നായിട്ട് പണിയെടുത്തിട്ട്. അല്ലാണ്ട് ചെത്തി ചെയ്തിട്ടല്ലേ തെളിയിക്കാശാന്. ആശാൻ പണിയെടുത്താണ് ഇവിടെ വരെ എത്തിയെന്നുള്ളത് തെളിയിക്കണം ആശാന്. അഞ്ചിട്ട് കുത്തങ്ങോട്ട് കുത്തി ഒരു ക്യാമ്പ് കെട്ടാനുള്ള നല്ലൊരു കുഴി അങ്ങോട്ട് കുഴിക്കാശാന്. അങ്ങനെ തോന്നിയ സ്ഥലത്തൊന്നും കുഴി കുത്താൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം സ്ഥലം. കാണിച്ചു തരുന്നൊക്കെ കൊള്ളാം. ആദ്യം സ്ഥാനം കാണണം, പിന്നാണ് കുഴി. നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, എന്നെ കുഴിയിൽ ഇറക്കാതിരുന്നാ മതി. മിണ്ടണ്ട, കരയാ. രക്ഷപ്പെട്ടൊന്നുമില്ല. ആ വട്ടിയും കൊട്ടയൊക്കെ എടുക്കണ. ആ വടി എന്തേ വടി? ആ ഇത് മതി. വെറുതെ ഞാനും പിടിക്കണം. പിടിക്കണേ.